ശബരിമല ശ്രീകോവിലിലെ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളികൾ മാറ്റിയതിൽ ദുരൂഹത. മഹസറിൽ സ്വർണം പൊതിഞ്ഞ വാതിലുകൾ എന്ന് രേഖപ്പെടുത്തിയില്ല. മഹസർ തയ്യാറാക്കിയത് മുരാരി ബാബു. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു റിമാൻഡിൽ. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്തെ എല്ലാ തെരുവുനായകളെയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി വന്ധ്യംകരിക്കണം. കന്നുകാലികളെയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശം. ഇതിനായി ദേശീയപാതകളിലും റോഡുകളിലും പരിശോധന നടത്തണം. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം. പ്രായോഗികമായ കാര്യമാണോ എന്നതിൽ സംശയമുണ്ട് എന്ന് മന്ത്രി MP രാജേഷ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശിയായ വേണു മരിച്ചതിൽ വിവാദം തുടരുന്നു. വേണുവിന് ചികിത്സ നൽകിയില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി. വേണു തകർന്ന വ്യവസ്ഥയുടെ അവസാനത്തെ ഇരയെന്ന് VD സതീശൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJP. കണ്ണൂരിലെ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം തിരിച്ചുള്ള സർക്കുലർ പുറത്ത്. തീരുമാനം സംസ്ഥാന നേതൃത്വം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലെന്ന് വിശദീകരണം. പരാജയ ഭീതിയിൽ BJP എന്തും ചെയ്യുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. அவங்க எவ்வளவு வீட்டுனா அது ஒரு ஸ்டூபிட் क्वेश्चन தாங்க. நான் உங்கள்கிட்டயே சொல்றேன், அது ஒரு ஸ்டூபிட் क्वेश्चन தாங்க. ചലച്ചിത്ര പ്രചാരണത്തിനുള്ള വാർത്താ സമ്മേളനത്തിനിടെ ശാരീരിക അധിക്ഷേപ പരാമർശം നടത്തിയ വ്ളോഗർക്ക് തത്സമയം മറുപടി നൽകി നടി ഗൗരി കിഷൻ. മറുപടി നടിയുടെ ഭാരം എത്ര എന്ന ചോദ്യത്തിന്. ചോദ്യം വിഡ്ഢിത്തരമെന്നും മാപ്പ് പറയണമെന്നും ഗൗരിക്ക് പിന്തുണ അറിയിച്ച അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന വീട്ടിൽ മോഷണം നടന്നത് തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ച കലൂരിലെ വാടക വീട്ടിൽ. മോഷ്ടാക്കൾ അകത്ത് കയറിയത് CCTV എല്ലാം പൊളിച്ചതിന് ശേഷം. അടച്ചുപൂട്ടലിനെ തുടർന്ന് അമേരിക്കയിലെ വിവിധ മേഖലകളിൽ പ്രതിസന്ധി രൂക്ഷം. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വിമാന സർവീസുകൾ 10% വരെ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് US ഗതാഗത സെക്രട്ടറി. വെട്ടിച്ചുരുക്കൽ വിമാനത്താവളങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമത്തെ തുടർന്ന്. ആദ്യഘട്ടത്തിൽ നിർത്തിവെക്കുക ആഭ്യന്തര വിമാന സർവീസുകൾ. ഇന്ത്യ-ഓസ്ട്രേലിയ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. മത്സരം ഉച്ചയ്ക്ക് ബ്രിസ്ബെയിനിൽ. പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ഇറക്കം. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും തിങ്കളാഴ്ച വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ നടപടിയെടുത്തത്. പ്രസാദ് MJ വിവരങ്ങൾ നൽകുന്നു. വളരെ ഒരു കേസന്വേഷണമാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് ചവറയിലുള്ള വീട്ടിൽ നിന്നും അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആരോപണ വിധേയനായിട്ടുള്ള ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇദ്ദേഹത്തെ ഈ റിമാൻഡ് ചെയ്തതോടൊപ്പം തന്നെ നേരത്തെ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡിലെ 2 ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും സുധീഷ് കുമാറിനെയും കൂടി ഇന്ന് 3 പേരെയും കൂടി കൂട്ടിയാണ് ഇന്ന് റാന്നി കോടതിയിൽ എത്തിയത്. ഇവരെ 2 പേരെയും കൂടി കസ്റ്റഡിയിൽ വിടാൻ
റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തീരുമാനിക്കുകയായിരുന്നു. അതായത് തിങ്കളാഴ്ച വരെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെ 12-ാം തീയതി വരെയുമാണ് കസ്റ്റഡിയിൽ വിടാൻ റാന്നി കോടതി തീരുമാനിച്ചത്. തിങ്കളാഴ്ച മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്യുമെന്ന് റാന്നി കോടതി പറഞ്ഞു. ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിടുകയും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഇതിൽ നിന്നും കൂടുതൽ തെളിവുകളും വിവരങ്ങളും ലഭിച്ച ശേഷം MS ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പ്രത്യേകിച്ച് ഈ സുധീഷ് കുമാറും മുരാരി ബാബുവും ബൈജു ഉൾപ്പെടുന്ന ഒരു ഗൂഢസംഘം പ്രത്യേകമായിട്ടാണ് ഇവരായിരുന്നു ഈ ചെമ്പൊന്നും കട്ടളപ്പാളി കേസിലെ വിവിധ വിഷയങ്ങളിൽ ഇവർ 3 പേരും ഉൾപ്പെട്ട ഒരു സംഘമാണ് തീരുമാനങ്ങൾ എടുത്തതും. അതുകൊണ്ട് ഉന്നതരിലേക്ക് എത്താൻ ഈ അന്വേഷണ സംഘത്തിന് ഇവരെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് വ്യാപിപ്പിക്കാനും തീരുമാനമാകും MS. ശരി. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും തിങ്കളാഴ്ച വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ നടപടി. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിലുകൾ മാറ്റി സ്ഥാപിച്ചതിലും ദുരൂഹതയുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മഹസറിൽ സ്വർണം പൊതിഞ്ഞ വാതിലുകൾ എന്നതിന് പകരം ചെമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 ഈ മഹസർ തയ്യാറാക്കിയത് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. 1999 ശ്രീകോവിലിന്റെ മേൽക്കൂര സ്വർണം പൊതിയുന്ന സമയത്ത് വാതിലുകളിലും സ്വർണം പൊതിഞ്ഞിരുന്നു. ഈ വിവരം ഒളിച്ചു വച്ചാണ് മഹസർ തയ്യാറാക്കിയത്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ ശ്രീകോവിലിൽ നിന്നും ഇളക്കി മാറ്റിയ വാതിലുകൾ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് മുരാരി ബാബു നൽകിയ മൊഴി. അളവോ തൂക്കമോ മുരാരി ബാബു വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്തെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഈ വാതിലുകൾ പരിശോധിച്ചിരുന്നു. സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരും CPIയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും ആവർത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെന്നും VD സതീശൻ ആവർത്തിച്ചു. ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും CPMഉം ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് വാസുവായിരുന്നു. ആ വാസു തന്നെ ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത്. കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ ആൾ ഉടൻ തന്നെ പ്രസിഡന്റായി ഗവൺമെന്റിലുള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും, കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും സ്വീകരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. യഥാർത്ഥ പ്രതികൾ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമാണ് എന്നും അദ്ദേഹം പറയുന്നു. ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങള് തുടങ്ങിയവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽ മീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. 3 ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇതിനകത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം. ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ടുപോയ നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമാണ്. അവരെന്താ ചോദ്യം ചെയ്യാത്തത്? അവരെന്താ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും പ്രാഥമിക ഒരുക്കങ്ങൾ പോലും നടന്നിട്ടില്ല എന്നാണ് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ ആരോപണം. ശബരിമല തീർത്ഥാടനത്തിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായും പിന്മാറിയ അവസ്ഥയിലാണ് എന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. ഇതിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വ്യാപകമായ ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഈ സംസ്ഥാന സർക്കാർ ശബരിമലയെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ശബരിമല തീർത്ഥാടനത്തിന് യാതൊരു താല്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ട് ശബരിമലയെ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചുകൂടാ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഈ മണ്ഡല മകരമാസ കാലഘട്ടങ്ങളിൽ ശബരിമലയിൽ എത്തുന്നത്.
അവരിനി ഒരിക്കലും ശബരിമലയിൽ വരാൻ പാടില്ലെന്നുള്ള മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അട്ടിമറിയുടെ ആസൂത്രിതമായ നീക്കം തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നടന്നു, അറിയാവുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് ആവശ്യമായ നിർദ്ദേശമേ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. ഇതുവരെ ശബരിമലയുടെ തീർത്ഥാടന ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു അവഗണന ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ ആകെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ സ്വർണത്തിൽ മാത്രമാണ്, അതിന്റെ മോഷണത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും താല്പര്യം എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റാൻ തീരുമാനിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ. സർക്കാരാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതെന്നും MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു. അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട അങ്ങനെ അവരുണ്ട്, കേൾക്കണ്ട. നിങ്ങൾ വളരെ എഴുതിയിട്ടുണ്ടല്ലോ പേര്, ഒരുപാട് പേര്. നിങ്ങളെല്ലാം ആ പേരൊന്നുമില്ല. ഇല്ല, പുതിയ ആളാണ്. രാജ്യത്തെ തെരുവുനായകളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന സുപ്രധാന ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പിടികൂടുന്ന നായകളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാരുകൾ നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യം ചീഫ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ രാജ്യം അല്ലെങ്കിൽ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഈ തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത്. നിരന്തരമായി തെരുവുനായ ആക്രമണങ്ങളടക്കം നമ്മുടെ കേരളത്തിലും അടക്കം നിരവധി ഉണ്ടാകുന്നുണ്ട്, എപ്പോഴും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും അതിലിപ്പോൾ ഒരു സുപ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്തെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഈ തെരുവുനായകളെ നീക്കണം, പിടികൂടി ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, കളിസ്ഥലങ്ങൾ, പൊതുസ്ഥലങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ ഈ പൊതു സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ തെരുവ് നായകളെ പിടിച്ചു മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യം ഈ നടപടികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചീഫ് സെക്രട്ടറിമാർ ഉറപ്പാക്കണം. 8 ആഴ്ചയ്ക്ക് ശേഷം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും സുപ്രീം കോടതിക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തെരുവ് നായകളെ കൂടാതെ തന്നെ ഈ റോഡുകളിലും മറ്റും കന്നുകാലികളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായകളെയും അതുപോലെ തന്നെ ഈ കന്നുകാലികളെയും പിടികൂടണം. ഈ കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ തെരുവ് നായകളെയും സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ വന്ധ്യംകരണ നടപടികളും നടത്തണം. ഇവയെ പിന്നീട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വിടരുത്, പിടികൂടിയ തെരുവ് നായകളെ പിന്നീട് തുറന്നു വിടരുത് എന്നുള്ള നിർദ്ദേശവും കൂടി സുപ്രീം കോടതി കർശനമായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ തെരുവ് നായകളും ഈ കന്നുകാലികളും ഒക്കെ എന്നുള്ള കാര്യം പരിശോധിക്കണം. ഇതിനായി പട്രോളിങ്ങിനായി ഒരു സംഘത്തെ നിയോഗിക്കണം. ഈ സംഘം ദിവസേന ഈ ദേശീയപാതകൾ, അതുപോലെ തന്നെ റോഡുകൾ, പൊതുസ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലെല്ലാം പോയി പരിശോധന നടത്തണം. ഇങ്ങനെ തെരുവ് നായകളോ അല്ലെങ്കിൽ കന്നുകാലികളോ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തിയുമ്പോൾ ഇങ്ങനെ കണ്ടെത്തുന്നവയെ പിടികൂടി അടുത്ത സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഏതായാലും വലിയ ഒരു സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തെരുവുനായകളുടെ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ആശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളിൽ ചിലർ സ്വീകരിച്ചത്. പൊതുസ്ഥലങ്ങളിലും ദേശീയപാത ഉൾപ്പെടെയുള്ള പാതകളിൽ നിന്നുമൊക്കെ നായ്ക്കളെ നീക്കം ചെയ്യാനാണ് സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഉത്തരവിൽ സന്തോഷമുണ്ടെങ്കിലും കൂട്ടായ പ്രവർത്തനത്തിൽ സാധ്യമാക്കേണ്ട പ്രവർത്തനം എത്രത്തോളം ശാശ്വതമാകുമെന്നുള്ള ചോദ്യം പൊതുജനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറുഭാഗത്ത് തെരുവുനായ്ക്കളടക്കമുള്ള മൃഗങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് തെരുവുനായ്ക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് തെരുവ് എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. റിപ്പോർട്ട് കാണാം. തെരുവുനായ പ്രശ്നത്തിൽ ഒരു സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കം ചെയ്യണമെന്നതാണ് ആ നിർദ്ദേശം. പരിശോധനയ്ക്കായി പ്രത്യേക പെട്രോളിംഗ് നിയോഗിക്കണം. ഈ ഉത്തരവ് കൊണ്ടെങ്കിലും തെരുവു നായ്ക്കളെ ഭയക്കാതെ നാട്ടിലിറങ്ങി നടക്കാൻ മനുഷ്യർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. സുപ്രീം കോടതി ഉത്തരവിൽ എന്ത് തോന്നുന്നു?
100% ശരിയാണ്, മാറ്റേണ്ടത് തന്നെയാണ്. രണ്ട് ദിവസത്തിന് മുമ്പേ വടത്തേക്കാട് ആൾ ഇന്ത്യ റേഡിയോയിൽ അവിടെ ബൈക്ക് ചാടി, ഒരു ബൈക്കിൻ്റെ മുമ്പേ പട്ടി ചാടി, ബൈക്കുകാരൻ 108 ആശുപത്രിക്ക് മുമ്പ് ഒരുപാട് സംഭവം ഇവിടെ എല്ലാം ഉണ്ട്. അതിന് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തേ പറ്റുമോ? 100% ആശ്വാസകരമായ ഉത്തരവാണ്, 100%. ധാരാളം തെരുവ് പട്ടികൾ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിരത്തിൽ നിന്നും എടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ അടുത്ത സ്കൂളുണ്ട്, ആ സ്കൂളിനകത്തേക്ക് തെരുവ് പട്ടികൾ ആവശ്യം പോലെ കയറി പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നമ്മൾ കമ്മിറ്റിയിലുണ്ട്. അവിടെ പോയപ്പോഴത്തേക്ക് അവരും ഇതേപോലെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു തന്നു, പട്ടികളെല്ലാം അവിടെ കയറി പോകുന്നുണ്ട്, കുട്ടികൾക്കതൊരു ഡിസ്റ്റർബൻസ് ആണെന്ന്. പട്ടികൾ നമ്മൾ ഓട്ടോയിൽ ഓടി പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇടയ്ക്ക് വന്ന് ചാടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു അപകടത്തിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിരത്തിൽ നിന്നും കുറേയൊക്കെ പിടിച്ചൊതുക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. സുപ്രീം കോടതി ഉത്തരവിൽ എന്താ പറയാനുള്ളത്? നല്ല കാര്യമാണെന്നേ ഉള്ളൂ. നല്ല കാര്യമാണത്. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അലക്ഷ്യമായിട്ട് കുറുകെ ചാടി വണ്ടികൾ തട്ടി വീഴുകയും സ്ത്രീകളുടെ പുറകെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, വേറെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കാര്യമാണ് എന്നേ ഉള്ളൂ. തെരുവു നായ്ക്കളെ നീക്കം ചെയ്താൽ മാത്രം പോരാ, അവ പൊതുയിടങ്ങളിൽ വരാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം. എല്ലാ ദിവസവും പരിശോധന ശക്തമാക്കണം. രാജ്യത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. തെരുവുനായ ആക്രമണങ്ങളുടെ കാര്യത്തിലും അതേ തുടർന്നുണ്ടായ പേവിഷബാധയേറ്റുള്ള മരണങ്ങളുടെ കണക്കിലും നമ്മുടെ സംസ്ഥാനവും ഒട്ടും പിന്നിലല്ല. പട്ടിയെ പേടിക്കാതെ നടക്കാൻ പറ്റില്ല. പട്ടിയെ നമ്മൾ ഓട്ടിച്ച് വിട്ടിരുന്നാലും കയറി ഇങ്ങനെ വരും. അതുപോലെ ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പട്ടി ചാടി എൻ്റെ മുമ്പിൽ വന്ന് കുരയ്ക്കുകയും ചാടി പിടിക്കുകയും ഞാൻ പിറന്നോട്ട് മറിഞ്ഞ് വീണു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു കൂട്ടം കൊന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പട്ടി വരാതിരിക്കൂലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ വളർത്തുന്നവർ പോലും ചുമ്മാ കൊണ്ട് റോഡിൽ കളഞ്ഞിട്ട് പോവുക. അപ്പം എത്ര കൊണ്ടുപോയി അവരെ കൊന്നാലും പട്ടി വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. നടപടികൾ എന്തു തന്നെയായാലും അത് ശാശ്വതമാക്കുക, വേഗത്തിലാക്കുക. ഇതാണ് പൊതുജനാഭിപ്രായം. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇതേ വിഷയത്തിൽ മലബാറിൽ നിന്നുള്ള പ്രേക്ഷകരുടെ കൂടി പ്രതികരണങ്ങൾ നമ്മൾക്ക് കാണേണ്ടതുണ്ട്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിട്ട് ഇന്ന് ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ട്, തെരുവിലൂടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ആശ്വാസകരം ആണ് എന്ന് പറയാമെങ്കിൽ തന്നെയും തെരുവുനായകളെ സ്നേഹിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പെരുകി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പക്ഷേ അതിന് പ്രായോഗികമായിട്ട് ഏത് രീതിയിലുള്ള പരിഹാരക്രിയകൾ ഇവിടെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് കൊല്ലം അഞ്ചലിലുണ്ടായ സംഭവം. അവിടെ 7 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയുണ്ടായി. ആ വാർത്തയിലേക്കാണ് നമുക്ക് വരേണ്ടത്. കൊല്ലത്ത് ഇന്ന് തെരുവുനായയുടെ കടിയേറ്റ ആ വാർത്ത, അതിലേക്ക് നമുക്ക് അല്പസമയത്തിനകം വരാൻ കഴിയും. വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ തെരുവുനായകളെ മുഴുവനും പൊതുസ്ഥലങ്ങളിൽ നിന്ന് മാറ്റി മറ്റിടങ്ങളിലേക്ക് പാർപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സുപ്രധാനമായ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജനങ്ങളുടെ പ്രതികരണം കാണുകയായിരുന്നു നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ്. ഇപ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കൊല്ലത്ത് തെരുവുനായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റ വാർത്ത എന്ന് പുറത്തു വരുന്നത്. കൊല്ലം അഞ്ചലിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ആ നായ്ക്ക് പേവിഷബാധയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നായയെ പിന്നീട് തല്ലിക്കൊന്നു. അഞ്ചൽ, കാളച്ചന്ത, ചന്തമുക്ക് എന്നിവിടങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. ഇനി ഈ വിഷയത്തിൽ മന്ത്രി എം ബി രാജേഷിൻ്റെ പ്രതികരണമാണ് നമ്മൾക്ക് നോക്കേണ്ടത്. ആ പ്രതികരണ വാർത്തയിലേക്കാണ് പോകേണ്ടത്. ആ വാർത്തയിലേക്ക് ഉടൻ തന്നെ നമുക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രി എം ബി രാജേഷ് ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്
സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നാണ് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും തെരുവുനായയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളം ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഇപ്പോൾ തെരുവുനായകളെ തന്നെ കാണിക്കണമെന്ന് പ്രൊഡക്ഷൻ വിഭാഗത്തോട് അഭ്യർത്ഥിക്കുകയാണ്. തെരുവുനായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയി പാർപ്പിക്കുമെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ആളുകൾക്ക് താമസിക്കാൻ ഭൂമി കണ്ടെത്താൻ തന്നെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെ തെരുവുനായ്ക്കൾക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയും? ABC കേന്ദ്രം ആരംഭിക്കാൻ ശ്രമിച്ചാൽ പോലും ഷെൽട്ടർ നിർമ്മിക്കാൻ ശ്രമിച്ചാലും പ്രതിഷേധം ശക്തമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശമാണ് വേണ്ടത് എന്നുകൂടി മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചതിൽ ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം വരും. ഇന്നോ നാളെയോ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും എന്നായിരുന്നു സൂചന. ആരോഗ്യവകുപ്പിന്റെ വ്യവസ്ഥ തകർന്നതിന്റെ അവസാനത്തെ ഇരയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. പൂർണ്ണമായ അവഗണനയാണ് സർക്കാർ കാണിച്ചത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായി. സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത്. അവർ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഉണ്ടായ തെറ്റായ സംഭവങ്ങളെക്കുറിച്ച് അവർ റിപ്പോർട്ട് തേടിയതും അവർക്ക് പകരം റിപ്പോർട്ട് കിട്ടിയതും കൂടി ഒന്ന് സമാഹരിച്ചാൽ, ഒന്ന് തുന്നിക്കൂട്ടിയാൽ എത്ര വോളിയം ഉണ്ടാവും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ച വേണുവിന്റെ ശബ്ദ സന്ദേശം തന്നെ വേദനിപ്പിച്ചുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ കുറിപ്പ് ഞാൻ വായിച്ച സത്യത്തിൽ നമുക്കൊക്കെ വലിയ പ്രയാസം തോന്നി. നായയ്ക്കുള്ള പരിഗണന പോലും എനിക്ക് നൽകിയില്ല എന്നൊരു രോഗി വിലപിക്കുകയാണ്. എന്താണ് ഇത് നടക്കുന്നത്? മെഡിക്കൽ കോളേജുകളൊക്കെ അനാഥമാണ്. മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. നടന്നു പോകുന്ന രോഗി മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജിൻ്റെ ഈ സ്ഥിതി. അതാണ്. ഇതൊന്നും നോക്കാനും കാണാനും ആളില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി തകർന്നിരിക്കുന്നു. എന്ത് സംഭവിച്ചാലും റിപ്പോർട്ട് തേടുമെന്ന ആരോഗ്യമന്ത്രിയുടെ പതിവ് പല്ലവി മലയാളികളുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് എന്നാണ് PC വിഷ്ണുനാഥ് MLA കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചത്. റിപ്പോർട്ട് തേടും എന്ന പതിവ് പല്ലവി മലയാളികളുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ്. ആരോഗ്യമന്ത്രിക്ക് ഇനി ഒരു ന്യായീകരണവും പറയാനുള്ള അർഹതയില്ല. സിസ്റ്റത്തിന്റെ ഫെയിലുവറാണ്. കേരളത്തിന്റെ പൊതു ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയാണ്. അത് വെന്റിലേറ്ററിലാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അത്യാഹിത വിഭാഗത്തിലുണ്ടായ അതിക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം. കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാരുടെ ജോലി തടസ്സപ്പെടുത്തി ചികിത്സയ്ക്ക് എത്തിയവർ തമ്മിൽ അടിപിടിയുണ്ടായ സംഭവത്തിൽ അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് OP ബഹിഷ്കരിച്ചത്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ജീവനക്കാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും KGMOയെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആശുപത്രി പ്രൊട്ടക്ഷൻ നിയമം എത്രയും പെട്ടെന്ന് ഏത് സംഭവം ഉണ്ടായാലും ഉടനെ തന്നെ നടപ്പിലാക്കി പ്രതിയെ അറസ്റ്റ് ചെയ്യുക. കാഷ്വാലിറ്റികൾ അത്യാഹിത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാത്രം സ്ഥലമായി ട്രയേജ് സംവിധാനം ഏർപ്പെടുത്തുക. ഒരു അക്രമി വരുമ്പോൾ അതിൻ്റെ കൂടെ 4-5 ആൾക്കാരും അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്കാരൊക്കെയാണ് കാഷ്വാലിറ്റിയിൽ കടന്നു വരുന്നത്. ഇവരുടെ അക്രമങ്ങൾ സഹിക്കേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒന്നാമത് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക. വ്യാഴാഴ്ച രാവിലെയാണ് അണങ്കൂർ ബദിരയിൽ തമ്മിലിടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്.
പരിക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുകയായിരുന്നു. പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്ക് വീണു. അക്രമത്തിൽ രോഗിക്കും ഡോക്ടർക്കും പരിക്കേറ്റു. ആക്രമണം തടയുവാനോ അക്രമിയെ പിടികൂടുവാനോ പോലീസിന് കഴിഞ്ഞില്ലെന്നാണ് ഡോക്ടർമാരുടെ ആരോപണം. അതേസമയം സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു. ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. അക്രമിയെ പിടികൂടിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. ഈ മാസം 13 മുതൽ അത്യാവശ്യ സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും. ശമ്പള വർധന അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് അവർ കടക്കുന്നത്. സർക്കാരിൻ്റെ സമീപനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ പറയുന്നു. തുടർന്നും സർക്കാർ ഉദാസീനതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ KGMCTA നിർബന്ധിതരാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിട്ട് മന്ത്രിമാരായ V ശിവൻകുട്ടിയും MB രാജേഷും. പാലക്കാട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിട്ടത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതേസമയം ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP കൗൺസിലർ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് ഇറങ്ങിപ്പോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് BJP. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് നിർദ്ദേശിച്ച് കീഴ്ഘടകങ്ങൾക്ക് BJP ജില്ലാ അധ്യക്ഷൻ സർക്കുലർ അയച്ചു. സംസ്ഥാന നേതൃത്വം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് സർക്കുലറിൽ പറയുന്നു. ജില്ലയിലെ 9 പഞ്ചായത്തുകളിലും നിർത്തേണ്ട ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം സർക്കുലറിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉളിക്കൽ, പയ്യാവൂർ, നടുവിൽ എന്നീ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. മതാടിസ്ഥാനത്തിലുള്ള BJPയുടെ സർക്കുലറിനെതിരെ മന്ത്രി V ശിവൻകുട്ടി. പരാജയഭീതിയിൽ BJP എന്തും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. വർഗീയവാദികളായ ഹിന്ദുക്കളെയായിരുന്നു BJP ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. മതേതരത്വം കേരളത്തിൽ ശക്തി ആർജിച്ചതോടെ ക്രിസ്ത്യാനികളെ പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും V ശിവൻകുട്ടി പറഞ്ഞു. അധികാരമോഹികളായ ചില ക്രിസ്ത്യാനികളെ അവർക്ക് ലഭിക്കുന്നു. അധികാരമോഹികളായ പഴയ ഗവർണർമാരെ പോലുള്ള ചില മുസ്ലിമുകളെയും BJPക്ക് ലഭിക്കുന്നു. കേരളത്തിൽ വലിയ വേരോട്ടം ഒരിക്കലും BJPക്ക് ഉണ്ടാവില്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്. കൊച്ചിയിലെ മെട്രോയ്ക്ക് ശേഷം കൊച്ചിയിലെ മെട്രോ സഫലമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലും മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും പറയുന്ന കാര്യം ഓർമ്മിക്കുക. ആ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട്, തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ മെട്രോ സ്വപ്നങ്ങളെ സംബന്ധിച്ചിട്ട് ഊർജം പകരുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നു. പ്രാഥമികമായിട്ട് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്ക് സാക്ഷാത്കാരം ലഭിക്കുന്ന രീതിയിലേക്കുള്ള മുന്നോട്ട് പോക്കാണ് ഈ അംഗീകാരത്തിലൂടെ ലഭ്യമാവുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓർക്കുക, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തന്നെയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചി മെട്രോയെ സാക്ഷാത്കരിച്ച ഒന്നാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ആ ലിമിറ്റഡിലൂടെ തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കപ്പെടാൻ പോകുന്നത്. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത. ആ പാതയിൽ എത്ര സ്റ്റേഷനുകളാണ് ഉണ്ടായിരിക്കുക എന്നതാണെങ്കിൽ 27 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. അതിലെ പ്രധാനപ്പെട്ട ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളുടെ പേരുകൾ ഇനി വായിക്കുകയാണ്. ആ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളായിരിക്കും. കഴക്കൂട്ടം, ടെക്നോ പാർക്കും കാര്യവട്ടവും ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. നിരവധി യാത്രക്കാർ ആ മേഖലയിലുണ്ട് എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുള്ള പ്രദേശം കൂടിയാണ് അവിടം. ഈ രീതിയിൽ മെട്രോ
സൗകര്യം വരികയാണെങ്കിൽ അത് കൊച്ചി എന്ന് ഇതുവരെ നമ്മൾ മെട്രോ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയെ അതിൻ്റെ തൊട്ട് പിറകെ തിരുവനന്തപുരവും മെട്രോ നഗരമായിട്ട് മാറും എന്നുള്ള നിലയിലേക്ക് വരും. പക്ഷേ ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ കാക്കനാട്ടേക്ക് കൂടി മെട്രോ റെയിൽ നീളുന്നു, വിപുലമാവുന്നു. അങ്ങനെ കൊച്ചി അതിൻ്റെ മെട്രോ പദവി നിലനിർത്തുകയും ആ മെട്രോ പദവിയെ കൊച്ചിയുടെ മറ്റ് സമാന്തര നഗരപ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പല രീതിയിൽ രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പേരിൽ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒന്നാണ്. ആ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കപ്പെടുക. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പാതയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. 27 സ്റ്റേഷനുകളാണ് അതിൽ ഉണ്ടായിരിക്കുക. ഈ 27 സ്റ്റേഷനുകളിലെ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടൻ ടെക്നോ പാർക്കും കാര്യവട്ടവും ആയിരിക്കും എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ മെട്രോ റെയിൽ പദ്ധതി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വാർത്തയെ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഉണ്ട് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. UDFിൻ്റേത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമുള്ള നേതൃത്വമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ ബന്ധത്തിനില്ല എന്ന കോൺഗ്രസിൻ്റെ നിലപാട് വിചിത്രമാണ് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDFിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പൊന്മുണ്ടം പഞ്ചായത്ത്, അവിടെ ലീഗ് ജമാഅത്തെ ഇസ്ലാമി UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ സാധിക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, തിരഞ്ഞെടുപ്പെല്ലാം ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ നടക്കുന്നത്. ഏതെങ്കിലും ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുന്നതാണോ? മമ്പാട് UDFുമായി ജമാഅത്തെ ഇസ്ലാമിന്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. അങ്ങാടിപ്പുറത്തും ഇതേ കൂട്ടുകെട്ടിന്റെ ആലോചനകളാണ് നടന്നു വരുന്നത്. കൂട്ടിലങ്ങാടിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഒന്നുകൂടി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് UDFിന്.